ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. വാഗർത്ഥാവിവ സംവൃപ്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ചതുർത്ഥ സ്കന്ധമാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ചതുർത്ഥ സ്കന്ധത്തിൽ പ്രധാനമായി 4 കഥകളെ പറഞ്ഞു തരുന്നു. 4 പുരുഷാർത്ഥങ്ങളടങ്ങുന്ന കഥകളെയാണ് ചതുർത്ഥ സ്കന്ധത്തിലൂടെ ശ്രീ ശുകബ്രഹ്മർഷി വിദുരമൈത്രേയ സംവാദം വഴി നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം 4 പുരുഷാർത്ഥങ്ങളാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ ധർമ്മത്തിന് ദക്ഷയാഗമായിട്ടും, അർത്ഥത്തിന് ധ്രുവചരിതമായിട്ടും, കാമത്തിന് പൃഥുചരിതമായിട്ടും, മോക്ഷത്തിന് പുരഞ്ജനോപാഖ്യാനമായിട്ടും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പൃഥുചരിതം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം വരെ അനുസ്മരിച്ചു ഭാഗവതത്തിൽ. ഇനി നമുക്ക് അനുസ്മരിക്കാനുള്ളത് പുരഞ്ജനോപാഖ്യാനം എന്ന ആ മോക്ഷത്തിന് പ്രതീകമായിരിക്കുന്ന ആ ജീവബ്രഹ്മ ഐക്യം അല്ലെങ്കിൽ ജീവബ്രഹ്മ തത്വത്തെയാണ് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. പൃഥു മഹാരാജാവിൻ്റെ കാലശേഷം ആ രാജ്യം ഭരിച്ചിരുന്നത് വിജിതാശ്വൻ എന്ന രാജാവായിരുന്നു. തൻ്റെ സഹോദരന്മാരെ തന്നെ പോലെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം തനിക്ക് കിട്ടിയ രാജ്യം അവർക്കും കൂടി വീതിച്ചു കൊടുത്തു. അതുമാത്രമല്ല, ഇന്ദ്രനിൽ നിന്നും ഒരു പ്രത്യേക വിദ്യ, അന്തർധാനം ചെയ്യാനുള്ള ഒരു വിദ്യയും കൂടി അദ്ദേഹം കരസ്ഥമാക്കി. അതുകൊണ്ട് അദ്ദേഹത്തിന് പേര് കിട്ടി അന്തർധാനൻ എന്ന്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഹവിർധാനൻ. ഹവിർധാനൻ നല്ല രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് രാജ്യഭാരത്തിൽ താല്പര്യം ഉണ്ടായില്ല. അദ്ദേഹം വിചാരിച്ചു, ഒരു രാജാവിൻ്റെ സ്ഥാനം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ മോഹമില്ലാത്തത്? പക്ഷെ അദ്ദേഹം വിചാരിച്ചു, ഈ രാജാവായി ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടി വരും? അവരവർ ജനങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതായ കരം പിരിക്കണം, അവർക്ക് വേണ്ട ശിക്ഷകൾ കൊടുക്കണം, അതുപോലെ നായാട്ടിന് പോകുമ്പോൾ ക്രൂരമൃഗങ്ങളെയൊക്കെ കൊല്ലണം. ഇതൊക്കെ അദ്ദേഹം പാപമായിട്ട് കരുതി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തനിക്ക് ഈ രാജ്യഭരണം വേണ്ട, ഒരു ദീർഘയാഗം അദ്ദേഹം നിശ്ചയിച്ചു, ദീർഘമായ ഒരു സത്രം. എന്നിട്ട് ആ രാജാവിൻ്റെ സ്ഥാനത്ത് നിന്നൊഴിഞ്ഞ് ആ സത്രത്തിലേക്ക് മനസ്സ് വെച്ചു. അങ്ങനെ സത്രം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സത്രത്തിൽ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവരെ എല്ലാവരെയും ഈശ്വരഭാവേന കണ്ടുകൊണ്ട് ആ ദീർഘമായിരുന്ന ആ സത്രം അദ്ദേഹം നടത്തി. അവസാനം ആ ഭഗവാന്റെ പാദത്തിൽ തന്നെ എത്തിച്ചേർന്നു. അല്ലേ, എന്താണ് നമുക്ക് വേണ്ടത്? എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കുക. അത് അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹം ആ ഭഗവാന്റെ പാദത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു. ആ ഹവിർധാനി എന്ന പത്നിയിൽ 6 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പേരുകളാണ് ബർഹിഷത്ത്, ഗയൻ, ശുക്ലൻ, കൃഷ്ണൻ, സത്യൻ, ജിതവ്രതൻ. ഇങ്ങനെ 6 മക്കൾ. ഏറ്റവും മൂത്ത പുത്രനായിരുന്നു ഈ ബർഹിഷ്മത്ത് എന്ന് പറഞ്ഞ രാജാവ്. അദ്ദേഹം ഈ വേദത്തിൽ പറയുന്ന, വേദത്തിൽ ഉപാസനാകാന്ഡമുണ്ട്, കർമ്മകാന്ഡമുണ്ട്, ജ്ഞാനകാന്ഡമുണ്ട്. എങ്കിലും കർമ്മകാന്ഡത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും. അതുകൊണ്ട് അദ്ദേഹം കർമാസക്തനായി തീർന്നു. അദ്ദേഹം എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ യാഗത്തെ ചെയ്യാനായിട്ട് തുടങ്ങി. പൂർവികന്മാരായ രാജാക്കന്മാരൊക്കെ യാഗം ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹം അനേക യാഗങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കിഴക്ക് നോക്കിയിട്ട് ദർഭ വിരിച്ചുകൊണ്ട്
അദ്ദേഹം യാഗം ആരംഭിക്കും. ആ യാഗം എന്നാണോ അവസാനിക്കുന്നത്, തൊട്ടടുത്ത സ്ഥലത്ത് അടുത്ത ദർഭ വിരിക്കലായി. അങ്ങനെ ഈ ഭൂമി മുഴുവൻ ദർഭ വിരിച്ചുകൊണ്ട് യാഗം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് പേര് തന്നെ കിട്ടി പ്രാചീന ബർഹിസ്. കിഴക്ക് ദിക്കിൽ ദർഭ വിരിച്ചുകൊണ്ട് യാഗം ചെയ്യുന്ന രാജാവ് എന്ന പേരിൽ, പ്രാചീന ബർഹിസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹം സമുദ്രത്തിൻ്റെ മകളായിരിക്കുന്ന ശതദ്രുതിയെ വിവാഹം കഴിച്ചു. അതിൽ 10 പുത്രന്മാരാണ് ഉണ്ടായത്. എല്ലാവരും ഒരുപോലെ കാണപ്പെട്ടു. അവരെ കാണാൻ തന്നെ എന്ത് രസമായിരുന്നല്ലോ. എല്ലാവരും ഒരുപോലെയായിരുന്നു. അതുപോലെ അവരുടെ മനസ്സും, ഒരേപോലെ രൂപം, ഒരേപോലെ മനസ്സ്, ഒരേപോലെ പ്രവൃത്തി, ഇങ്ങനെ എല്ലാം ഒരുപോലെ ആയപ്പോൾ അവർക്ക് പേരും ഒരേ പേര് തന്നെ കൊടുത്തു, പ്രജേതസ്സുക്കൾ എന്ന് പറഞ്ഞു. ഈ പ്രജേതസ്സുക്കളിൽ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഈ പ്രാചീന ബർഹിസ എന്ന് പറഞ്ഞ രാജാവ് പറഞ്ഞു, അല്ലയോ മക്കളെ, നിങ്ങൾ കുടുംബജീവിതം തുടങ്ങണം. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഈശ്വരനെ ഭജിക്കുക. കുടുംബജീവിതം ശ്രേഷ്ഠമാവണമെങ്കിൽ ഈശ്വരനെ ഭജിച്ചോളൂ, നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ഒരു കുടുംബജീവിതം കിട്ടും എന്ന് അനുഗ്രഹിച്ച് അവരത് ശിരസാ വഹിച്ചുകൊണ്ട് ആ അച്ഛനെ നമസ്കരിച്ചുകൊണ്ട് പടിഞ്ഞാറേ ദിക്കിലേക്ക് യാത്ര ആരംഭിച്ചു. ഭഗവാനെ ഭജിക്കാനായിട്ട് തപസ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഇതന്വേഷിച്ചിട്ടാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ അവരെത്തിയത്. അവിടെയുള്ള ആ സമുദ്രതീരത്ത് അവരെത്തിച്ചേർന്നു. നാമം ജപിച്ചുകൊണ്ടാണ് അവർ വരണത്. അവരുടെ മനസ്സിൽ എന്തേ ഉള്ളൂ? ഇപ്പോൾ അച്ഛൻ പറഞ്ഞു തന്ന ഈശ്വരനെ ഭജിക്കുക, അത്രയും അവർക്കറിയുള്ളൂ. അപ്പോൾ ഈ ഭഗവാനെ ഭജിക്കാൻ നമ്മളെ പുറപ്പെട്ടാൽ, നമ്മൾ കണ്ടുല്ലോ ധ്രുവചരിതത്തിൽ, അവിടെ നാരദ മഹർഷി വന്ന് ആ ഭഗവാനെ അനുഗ്രഹത്തിന് പാത്രമാക്കി കൊടുത്തു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നത് സാക്ഷാൽ നമ്മുടെ മുമ്പിൽ വിരാജിക്കുന്നതായ ആ മഹാദേവനാണ്. മഹാദേവൻ നന്ദീശ്വരനോടുകൂടി ആ ഗന്ധർവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് ഈ പ്രജേതസ്സുകളുടെ മുമ്പിൽ അങ്ങ് എത്തിച്ചേർന്നു. ആ സമുദ്രക്കരയിൽ ഈ 10 പേരും ചേർന്ന് പ്രജേതസ്സുകൾ ആ ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാനെ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, അല്ലയോ മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം അല്ലേ. നമ്മൾ ഈ അമ്പലത്തിൽ ചെന്നാൽ പ്രാർത്ഥിക്കണോ? നമ്മളോട് പറയുകയാണ് മഹാദേവൻ, നിങ്ങളിവിടെ വരുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ ആരുടെ മക്കളാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ ആഗ്രഹം ഭഗവാനെ ഭജിക്കുക, ആ ഗുരുവായൂരപ്പനെ കാണുക എന്നല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഗുരുവായൂരപ്പനെ ഭജിക്കുന്നവരെയൊക്കെ എനിക്കും പ്രിയമാണ്. മഹാദേവൻ നമ്മളോട് ഭാഗവതത്തിലൂടെ കാണിച്ചു തരുന്നു. ഗുരുവായൂരപ്പനെ ഭജിക്കാൻ നിങ്ങൾ തയ്യാറായാൽ എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്കതിലൂടെയൊക്കെ കാണിച്ചു തന്നു അല്ലേ. ഗുരുവായൂരപ്പൻ വേറെയല്ല, മഹാദേവൻ വേറെയല്ല. എപ്പോഴും മഹാദേവൻ ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഗുരുവായൂരപ്പൻ മഹാദേവനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കാണ് ഈ വെവ്വേറെയായിട്ട് കാണുന്നത്. അങ്ങനെ ഈ പ്രജേതസ്സുകളെ അനുഗ്രഹിച്ചു. അങ്ങനെ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ രൂപം അറിയോ? അതിനെ ഞാൻ നിങ്ങൾക്ക് വർണ്ണിച്ചു തരാം എന്ന് പറഞ്ഞു. മഞ്ഞപ്പട്ടൊക്കെ കൊടുത്ത് രത്നങ്ങൾ പതിച്ച കിരീടം ചാർത്തി വനമാല കഴുത്തിലണിഞ്ഞ് ലക്ഷ്മീ ദേവി വസിക്കും പോലെ ഇരിക്കുന്ന ആ കഴുത്തിൽ വനമാല അണിഞ്ഞ് 8 കൈകളോട് കൂടിയ ആ രൂപത്തെ അങ്ങോട്ട് ഭംഗിയായിട്ട് വിവരിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു സ്തോത്രം അവർക്ക് പറഞ്ഞു കൊടുത്തു. മഹാദേവനാൽ പറഞ്ഞു കൊടുത്ത ആ സ്തോത്രത്തെ രുദ്രഗീതം എന്ന പേരിൽ അറിയപ്പെട്ടു. യോഗാദേശം എന്നറിയപ്പെടുന്ന ആ രുദ്രഗീതം ഭഗവാൻ ആ പ്രജേതസ്സുകൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ തപസ് ചെയ്തോളൂ, തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടിയാൽ പിന്നെ എന്താ നോക്കാനല്ലേ അല്ലേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിതയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അങ്ങനെയുള്ള ആ മഹാദേവനൻ ഗുരുവായി നിന്നുകൊണ്ട്
തങ്ങൾക്ക് കിട്ടിയതായ ആ സ്തോത്രത്തെ ഇവർ 10,000 കൊല്ലം സമുദ്ര അന്തർഭാഗത്ത് പോയിരുന്ന് ജപിക്കാൻ തുടങ്ങി. അതേസമയം ഈ ബർഹിഷത്ത് എന്ന രാജാവ് അദ്ദേഹം ഇങ്ങനെ കർമാസക്തനായിട്ട് അനേക യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇപ്പോൾ യാഗം ചെയ്യണേന്ന് ചോദിച്ചാൽ അതറിയില്ല. യാഗം ചെയ്യുക അല്ലേ, നമ്മളും അങ്ങനെയുണ്ട് അല്ലേ, ചില കർമ്മങ്ങളൊക്കെ നമ്മളും അനുഷ്ഠിക്കാറുണ്ട്. എന്തിനാ ഇപ്പോൾ ചെയ്യണേന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാനറിയില്ല. അപ്പോൾ നാരദ മഹർഷിക്ക് തോന്നി, മക്കളെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞയച്ചിട്ട് ഈ കർമ്മത്തിൽ ആസക്തനായിക്കൊണ്ട് ഇങ്ങനെ യാഗം ചെയ്തു കഴിഞ്ഞാൽ എന്താ ആ രാജാവിനൊരു ശ്രേയസ് ഉണ്ടാവുക. അദ്ദേഹത്തിന് ആ ആത്മജ്ഞാനം പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ നാരദ മഹർഷി ഒരു ദിവസം ബർഹിഷത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. കൊട്ടാരത്തിലെത്തിയ ആ നാരദ മഹർഷിയെ ഈ ബർഹിഷത്ത് രാജാവ് വളരെ വിനയത്തോടുകൂടി ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി. അദ്ദേഹം നല്ല അഭിമാനിയായിട്ടായിരിക്കണേ. എന്താ കാരണം? താൻ ചെയ്ത പോലെ യാഗങ്ങൾ ഇനി ആരും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് യാഗങ്ങൾ ചെയ്തിരിക്കുന്ന ആ രാജാവ് വിചാരിച്ചു നാരദ മഹർഷി തന്നെ പുകഴ്ത്തുമെന്ന്. പക്ഷെ നാരദ മഹർഷി ചോദിച്ചു, അല്ലയോ രാജാവേ, അങ്ങ് ഇപ്പോൾ അനേകം യാഗം ചെയ്തിട്ടുണ്ട്, എന്തിനാ ഇപ്പോൾ യാഗം ചെയ്തേ? സാധാരണ എല്ലാവരും കർമ്മം ചെയ്യുന്നത്, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ദുഃഖഹാനി സുഖാവാപ്തി, ദുഃഖമില്ലാണ്ടാവുക, സുഖത്തെ നേടുക. ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടല്ലേ സാധാരണ എല്ലാവരും കർമ്മം ചെയ്യുക. അങ്ങ് ആ ഒരു ലക്ഷ്യത്തെ വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ പരമമായ ശ്രേയസ്സിന് പാത്രമാവില്ല. കാരണം അങ്ങ് ഈ യാഗത്തിൽ ചെയ്യുമ്പോൾ അതിലാർക്കെങ്കിലും എന്തെങ്കിലും ദോഷം വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രാചീന പേർഷ്യൻ എന്തെന്നില്ലാത്ത ദുഃഖമായി. അദ്ദേഹം വേഗം കാൽക്കൽ വീണു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞാൻ കർമാസക്തനായിട്ട് ഇതാ അനേക യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞു. പക്ഷേ എനിക്ക് അതിൻ്റെ മഹത്വം എന്താണ്, അത് ശരിയുണ്ടോ, അതിൽ തെറ്റുണ്ടോ എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചതേയില്ല. എനിക്ക് ദേഹിമേ വിമലം ജ്ഞാനം, എനിക്ക് ആ പരമമായ ശ്രേയസ്സിനെ ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ആ കർമ്മത്തിൽ, ആ യാഗത്തിൽ എന്താ ദോഷം എന്ന് ചോദിച്ചല്ലോ, അതൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു, എന്നെ തൊട്ടൊന്ന് നോക്കൂ രാജാവേ, അങ്ങേക്ക് എന്താണ് അതിൽ യാഗം ചെയ്തതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാവും എന്ന് പറഞ്ഞ് നാരദ മഹർഷിയെ ഒന്ന് തൊട്ട് ആ രാജാവ് നോക്കിയതും അവിടെ താൻ യാഗങ്ങളിൽ ഹോമിച്ചതായ, യാഗങ്ങളിൽ യാഗബലി നടത്തിയതായ ആ മൃഗങ്ങളെല്ലാവരും, അനേക മൃഗങ്ങളെയാണ് ആ യാഗത്തിൽ യാഗബലിക്കായിട്ട് കൊന്നിരിക്കണത്. ആ മൃഗങ്ങളെല്ലാവരും കൂർത്ത കൊമ്പും പിടിച്ചുകൊണ്ട് രാജാവ് വരുന്നതും കാത്ത് 2 വരിയിലായിട്ട് നിരന്നിരുന്നു കൊണ്ട് കാത്തിരിക്കുകയാണ്. പേടിയായി രാജാവിന്. നാരദ മഹർഷിയെ, ഇതിൽ നിന്നും ഒരു മോചനം, ഈ കർമ്മത്തിൽ നിന്നും തനിക്ക് ഒരു മോചനം, അതെന്താ ഒരു മാർഗമെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് ആ നാരദ മഹർഷിയോട് ആ രാജാവ് പറഞ്ഞപ്പോൾ നാരദ മഹർഷി വിചാരിച്ചു, ഈ കർമാസക്തത്തെ ഇത്രയും കാലം കർമ്മത്തിൽ മുഴുങ്ങിക്കിടന്ന ഈ രാജാവിനെ എങ്ങനെയായിപ്പോൾ തത്വം പറഞ്ഞു കൊടുക്കുക അല്ലേ? അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, നല്ല ഒരു കഥ പറഞ്ഞു കൊടുക്കാം. ആ കഥയിലൂടെ ആ തത്വത്തെ ഈ രാജാവിന് ബോധ്യപ്പെടുത്തി കൊടുക്കാം വിചാരിച്ച് വളരെ പ്രസിദ്ധമായിരിക്കുന്ന പുരഞ്ജന ഉപാഖ്യാനം എന്ന് പറയുന്ന ആ കഥയെ രാജാവ് വർണ്ണിച്ചു കൊടുക്കുകയാണ്. അല്ലയോ രാജാവേ, പണ്ട് ആസേത് പുരഞ്ജനോ നാമ രാജാ രാജൻ മൃഗസ്രവാ തസ്യാ വിജ്ഞാതനാമാസീത് സഖാം വിജ്ഞാതജ്യേഷ്ഠിതാം തസ്യാ അവിജ്ഞാതനാമാസീത് വിജ്ഞാതജ്യേഷ്ഠിത.
അതായത് പണ്ട് അങ്ങേപോലെ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പുരഞ്ജനൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് ആ പേര് വരാൻ തന്നെ കാരണമുണ്ട്. എന്താ കാരണം? അദ്ദേഹം ഇങ്ങനെ ഓരോ വീട് ഇങ്ങനെ നിർമ്മിക്കും, ആ വീട്ടിൽ അങ്ങനെ താമസിക്കും. കുറച്ചു കാലം അവിടെ താമസിച്ച് കഴിയുമ്പോൾ അത് മതി എന്ന് തോന്നും, അതിൽ കൂടുതൽ സൗകര്യമുള്ള വീട്ടിലേക്ക് പ്രവേശിക്കും. അങ്ങനെ സുഖ സൗകര്യങ്ങളുള്ള ഓരോ വീടുകൾ തോറും ഇങ്ങനെ പ്രവേശിച്ചും പുതിയ വീടുകൾ കണ്ടുപിടിച്ചും കൊണ്ടേയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പേര് കിട്ടി പുരഞ്ജനൻ. പുരത്തെ ഉണ്ടാക്കി അതിൽ വസിക്കുന്നവൻ. അങ്ങനെ ആ രാജാവിന് ഒരു അവിജ്ഞാത സഖാവുണ്ടായിരുന്നു. ഈ പുരഞ്ജനായിട്ട് വരുന്നതിന് മുമ്പ് ഇവർ നല്ല സഖാക്കളായിരുന്നു. അപ്പോൾ ഈ രാജാവിന് തോന്നിയിത്രേ, ഈ ഭൂമിയിലെ സുഖസൗകര്യങ്ങളൊന്ന് ഭോജിക്കണമെന്ന്, അതിൻ്റെ ഒരു സുഖം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഈ കൂട്ടുകാരനെ അങ്ങ് മറന്നു. ആ കൂട്ടുകാരന് പേരൊന്നുമില്ല, അവിജ്ഞാതനാമാസീത്, പേരൊന്നുമില്ല, എവിടെയാ താമസിക്കണേന്നറിയില്ല, ആരാന്നും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ളൊരു കൂട്ടുകാരനായിരുന്നു ഈ രാജാവിനുണ്ടായിരുന്നത്. അങ്ങനെ ഈ കൂട്ടുകാരനെ പറയാണ്ടും ആ കൂട്ടുകാരനോടൊന്ന് ചോദിക്കാണ്ടും ഈ രാജാവ് ഇങ്ങനെ പുരങ്ങൾ തേടി ഇറങ്ങി. അങ്ങനെ അനേകം വീടും വെച്ച് താമസിച്ച് ഹിമാലയത്തിൻ്റെ തെക്ക് വശത്ത് എത്തിച്ചേർന്നു. ഹിമാലയത്തിൻ്റെ തെക്ക് വശത്തെത്തിയപ്പോൾ അവിടെ ഒരു അതിഗംഭീരമായൊരു കൊട്ടാരമാണ് കണ്ടത്. ഇതുവരെയും ചെറിയ ചെറിയ വീടുകളും അതിൽ നിന്ന് സൗകര്യം കൂടിയ വീട്ടിലേക്ക് ഇങ്ങനെ കയറി അവസാനം ഹിമാലയത്തിൻ്റെ തെക്ക് വശത്തെത്തിയപ്പോൾ അവിടെ ഒരു ഗംഭീരമായൊരു കൊട്ടാരം. ആ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് നവമുഖി. ആ കൊട്ടാരത്തിന് ചുറ്റും നിറയെ പൂന്തോട്ടങ്ങൾ കാണപ്പെട്ടു. നവരത്നങ്ങൾ കൊണ്ടുള്ള മണിമാളികകൾ കണ്ടു. ഇരുമ്പ്, സ്വർണം, വെള്ളി ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന താഴികക്കുടം മുകളിൽ കണ്ടു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, താൻ മനസ്സിൽ സങ്കല്പിച്ച ആ കൊട്ടാരമായിരിക്കുമോ ഇത്? അല്ലേ, നമ്മളെപ്പോഴും ആദ്യം എവിടെയാണ് നമ്മുടെ സങ്കല്പം ഉണ്ടാവുക? എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിലാണ് ഒരു സങ്കല്പം ഉണ്ടാവുക. ഒരു വീട് വെക്കണമെങ്കിൽ ആദ്യം മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാവും. അപ്പോൾ ഈ പുരഞ്ജനൻ വിചാരിച്ചു, താൻ സങ്കല്പിച്ച അതേ ഒരു രൂപമാണ് ഈ കൊട്ടാരത്തിന്. ഇതിന് ആരാണ് താമസിക്കണേ? തനിക്ക് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിച്ചതും അകത്ത് നിന്ന് ഒരു സുന്ദരി ഇറങ്ങി വരിക. ആ സുന്ദരിക്കൊരു പ്രത്യേകതയുണ്ട്. 5 തലയുള്ള സർപ്പം കൂട്ടായിട്ടുണ്ട്. 10-11 ഭൃത്യന്മാരുണ്ട്. ആ 10-11 ഭൃത്യന്മാർക്ക് 100 വീതം സേവകന്മാരുണ്ട്. ഈ പുരഞ്ജനൻ ഈ സുന്ദരിയെ കണ്ടപ്പോൾ ആരായിരിക്കും ഇവൾ എന്നിങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് ആ സുന്ദരത്തി ചോദിച്ചു, ഹേ സുന്ദരി, നീ ആരാണ്? നിൻ്റെ പേരെന്താണ്? നിൻ്റെ അച്ഛനമ്മയ്ക്ക് ആരാണ്? ഈ കൊട്ടാരം ആരുടെയാണ്? ഈ കൂടെയുള്ള 5 തലയുള്ള സർപ്പം ഏതാണ്? ഈ ഭൃത്യന്മാരൊക്കെ ആരൊക്കെയാണ്? അല്ല, ഇങ്ങനെ നമ്മൾ അന്വേഷിക്കണമെങ്കിൽ നമ്മൾ ഒരു ബാഗ് കണ്ടു കഴിഞ്ഞാൽ ഈ ബാഗ് എവിടെ നിന്നാന്ന് മേടിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കത് വേണമെന്നാണ്. അപ്പോൾ ഈ പുരഞ്ജനി പറഞ്ഞു, ഈ സുന്ദരി പറഞ്ഞു, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആരുടെ മകളാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ ഈ കൊട്ടാരത്തിലുണ്ട്. ഈ 5 തലയുള്ള സർപ്പം ആരാന്നറിയോ? ഈ കൊട്ടാരത്തെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷകനാണ്. ഞാൻ ഉറങ്ങിയാൽ കൂടി ഈ കൊട്ടാരം സംരക്ഷിച്ചുകൊണ്ട് ഈ 5 തലയുള്ള സർപ്പം ഇവിടെ കാണും. ഈ ഇതൊക്കെ എൻ്റെ ഭൃത്യന്മാരാണ്. അവരുടെ സഹായത്താൽ ഞാൻ പല ദേശത്തുമൊക്കെ പോയിട്ട് വരും. അപ്പോൾ രാജാവ് ചോദിച്ചു, അപ്പോൾ സുന്ദരി പറഞ്ഞു, ഈ കൊട്ടാരം ആരുടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ കൊട്ടാരം ഇപ്പോൾ എൻ്റെയാണ്.
ഇനി ഈ കൊട്ടാരത്തിൽ അങ്ങേക്ക് താമസിക്കണം എന്നുണ്ടെങ്കിലോ എന്നെ വിവാഹം കഴിക്കണം. ഇത് കേട്ടതോടുകൂടി പുരഞ്ജനന് സന്തോഷമായി. ഇപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കൊട്ടാരം സ്വന്തമാക്കാം. അതിനെന്താ 100 തടവ് സമ്മതമെന്ന് പറഞ്ഞുകൊണ്ട് ആ പുരഞ്ജനൻ വിവാഹം കഴിച്ചു. പുരഞ്ജനെ വിവാഹം കഴിച്ചുകൊണ്ട് ആ സുന്ദരിക്ക് എന്ത് പേരായി? പുരഞ്ജനി എന്നുള്ള പേര് കിട്ടി. അപ്പോൾ ഈ പുരഞ്ജനി പറഞ്ഞു, അങ്ങ് എൻ്റെ കൂടെ താമസിക്കുന്നതൊക്കെ കൊള്ളാം, എന്നോട് പറയാണ്ടെങ്ങും പോവരുത്, എൻ്റെ അടുത്ത് ചോദിക്കാണ്ടൊന്നും ചെയ്യരുത്, ഇത് എൻ്റെ കണ്ടീഷനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പുരത്തെ അങ്ങോട്ട് വർണ്ണിച്ചു കൊടുത്തു. നവമുഖി എന്നുള്ള പേര് കണ്ടില്ലേ? ഈ പുരത്തിന് 9 ഗോപുരങ്ങളാണ്. 7 ഗോപുരങ്ങൾ മുകളിലും 2 ഗോപുരങ്ങൾ താഴെയും. കിഴക്ക് ദിക്കിലായിട്ടുള്ള 5 ഗോപുരങ്ങളുണ്ട്. ചില ഗോപുരങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് അടയ്ക്കാം, ചിലതിന് വാതിലില്ല, ചിലത് വേണ്ടപ്പോൾ ഇങ്ങനെ തുറന്നും ആവശ്യമില്ലാത്തപ്പോൾ ഇങ്ങനെ അടഞ്ഞും കൊണ്ടേയിരിക്കും. അല്ലേ, ഇപ്പോൾ കാണുന്ന പുതിയ തരത്തിലുള്ള കൊട്ടാരം. ഇപ്പോൾ പുതിയ മോഡലാണല്ലോ അത്. നമ്മളങ്ങനെ കയറി ചെല്ലുന്നതിന് മുമ്പ് തന്നെ വാതിൽ തുറക്കുക, അത് കഴിഞ്ഞ് തന്നെ അടയ്ക്കുക. ഇതൊക്കെ പുരഞ്ജൻ്റെ കാലത്ത് കണ്ടുപിടിച്ചതായിരിക്കും. അതുപോലെ തന്നെ തുറക്കും പൂട്ടിയും കൊണ്ടിരിക്കുന്ന വാതിൽ. പിന്നെ വടക്കും തെക്കുമായിട്ട് 2 ഗോപുരം. അതിന് വാതിലുണ്ട്, പക്ഷെ അടയ്ക്കാൻ പറ്റില്ല. പിന്നെ 2 താഴെ ഗോപുരങ്ങളുണ്ട്. അതിലൂടെ അഴുക്കുകളൊക്കെ ഇങ്ങനെ കളയാൻ സാധിക്കും ഗോപുരത്തിൽ. ഇങ്ങനെയുള്ള 9 ഗോപുരമുള്ള കൊട്ടാരമാണ് ഇത്. അങ്ങേക്കത് വഴിയെ മനസ്സിലാവും. പിന്നെ ഈ ഭൃത്യന്മാരെ ചോദിച്ചല്ലോ അങ്ങ്. ഈ ഭൃത്യന്മാർ, അവർക്ക് പ്രത്യേക പേരുകളൊക്കെ ഉണ്ട്. ഈ ഭൃത്യന്മാരുടെ സഹായത്താലാണ് ഈ ഓരോ ഗോപുരത്തിൻ്റെയും ഉള്ളിൽ കൂടെ നമുക്ക് ഓരോ ദേശത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവിടെ പല സുഖഭോഗങ്ങളും അനുഭവിക്കാൻ സാധിക്കും. കിഴക്കുള്ള 5 ഗോപുരങ്ങളിൽ 2 ഖദ്യോത ആവിർമുഖി എന്നാണ് പേര്. ആ ഗോപുരമാണ് മുകളിൽ നിന്ന് താഴേക്ക് അടയ്ക്കാൻ സാധിക്കുക. അതിലേക്ക് ഇങ്ങനെ ദ്യുമാൻ എന്ന ഈ ഭൃത്യൻ്റെ കൂടെ സഞ്ചരിച്ചാൽ അനേകം കാഴ്ചകളിങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ ആ ഗോപുരത്തിന് താഴെയായിട്ട് നളിനി നാളിനി എന്ന് പറയുന്ന 2 ഗോപുരങ്ങൾ. അതിന് വാതിലൊന്നുമില്ല. പക്ഷേ അതിലേക്ക് അവധൂതൻ എന്ന ഭൃത്യൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ട് പലതരത്തിലുള്ള സുഗന്ധങ്ങൾ ഇങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ വടക്കും തെക്കും ഗോപുരമുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൂടെ ശ്രുതധരൻ എന്ന ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് അനേക തരത്തിലുള്ള ശബ്ദരസങ്ങളെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കും. ഇങ്ങനെ 9 ഗോപുരത്തെയും അദ്ദേഹം ആ പുരഞ്ജനി അങ്ങ് പറഞ്ഞു കൊടുത്തു. ആ പുരഞ്ജനൻ്റെ കൂടെ ആ കൊട്ടാരത്തിൽ താമസം തുടങ്ങി. പുരഞ്ജനി പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ പറയാണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല, എൻ്റെ അടുത്ത് ചോദിക്കാണ്ട് എങ്ങും പോകാൻ പാടില്ല. ഇപ്പോൾ പുരഞ്ജനൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, പുരഞ്ജനി ഭക്ഷണം കഴിക്കുമ്പോൾ പുരഞ്ജനൻ ഭക്ഷണം കഴിക്കും. പുരഞ്ജനി നടക്കാനിറങ്ങിയാൽ ഉടനെ പുരഞ്ജനും നടക്കാനിറങ്ങണം. പുരഞ്ജനിക്ക് വെള്ളം കുടിക്കാൻ തോന്നിയാലോ, വെള്ളം വേണ്ടെങ്കിലും പുരഞ്ജനൻ കുടിച്ചിരിക്കണം. പുരഞ്ജനി പാട്ട് പാടിയാലോ, അറിയില്ലെങ്കിലും പാടിയിരിക്കണം. ഇങ്ങനെ പുരഞ്ജനിക്ക് അടിമപ്പെട്ടുകൊണ്ട് ക്ലൈബ്യാത് ക്രീഡാമൃഗോ യഥാ, കളിക്കുരങ്ങിനെ പോലെ ആ പുരഞ്ജനൻ ഈ പുരഞ്ജനിയുടെ കയ്യിൽ ഒരു കളിക്കുരങ്ങിനെ പോലെ അവിടെ താമസം തുടങ്ങി. അങ്ങനെ അദ്ദേഹം കുറേ കാലം ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞതായ ഗോപുരങ്ങളിലൂടെ പലതരത്തിലുള്ള സഞ്ചാരങ്ങളൊക്കെ നടത്തിയും ചില സമയത്ത് ഈ പുരഞ്ജനിയോടുകൂടി ചേർന്നിരുന്നും അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഈ പുരഞ്ജനൻ നായാട്ടിനായിട്ട് പുറപ്പെട്ടു. നായാട്ടിന് പോയപ്പോൾ പുരഞ്ജനിയോട് പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം അനേകം ക്രൂരമൃഗങ്ങളെയൊക്കെ നായാട്ടി ക്ഷീണിച്ച് തിരിച്ച് ഈ
കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പുരഞ്ജനിയെ കാണാനില്ല. ഭൃത്യന്മാരോടൊക്കെ ചോദിച്ചു, ഈ പുരഞ്ജനി ഇപ്പോൾ എവിടെയാ? എന്തു പറ്റി എൻ്റെ പുരഞ്ജനിക്ക്? അവളെ കാണാണ്ട് എനിക്ക് എന്താ ഒരു സമാധാനമുള്ളേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭൃത്യന്മാരൊക്കെ പറഞ്ഞു, എന്താണെന്നറിയില്ല, പുരഞ്ജനിത ക്രോധാകാരത്തിൽ ചെന്ന് കിടക്കുകയാണ്. എന്തെന്നില്ലാത്ത വിഷമമായി ഈ പുരഞ്ജന രാജാവിന്. അദ്ദേഹം ചെന്നിട്ട് ആ പുരഞ്ജനിയുടെ കാല് തടവി, കൈ തടവി, എന്താ പറ്റിയേ നിനക്ക്? നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്താ വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളൂ, എന്തിനും നമുക്ക് പരിഹാരം ചെയ്യാമല്ലോ, നീ എന്തിനാ വിഷമിക്കുന്നത്? പിന്നെ അദ്ദേഹം ഓർത്തിട്ട് പറഞ്ഞു, ഇനി ഞാൻ നായാട്ടിന് നിന്നോട് പറയാണ്ട് പോയതാണോ നിൻ്റെ വിഷമത്തിന് കാരണം? എന്നാൽ എന്നോട് ക്ഷമിക്കുക. ഒരു ഭൃത്യൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രഭു എന്താ ചെയ്യുക? അത് ശിക്ഷ വേണമെങ്കിൽ കൊടുത്തിട്ട് അതിനെ നേരെയാക്കുകയല്ലേ ചെയ്യുള്ളൂ. അതുപോലെ നീ എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോളൂ, ഞാനതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അനേക സമയമെടുത്ത് ആ പുരഞ്ജനിയെ എങ്ങനെയെങ്കിലും ആ ക്രോധത്തേക്ക് മാറ്റി സന്തോഷവതിയാക്കി മാറ്റി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്തായിപ്പോൾ അങ്ങനെ ഇവർ പുരഞ്ജനും പുരഞ്ജയും കൂടി തൻ്റെ ഈ കൊട്ടാരത്തിൽ പലതരത്തിലുള്ള സുഖഭോഗങ്ങളിലൊക്കെ മുഴുങ്ങിക്കൊണ്ട് കുറേ കാലം അങ്ങനെ കഴിഞ്ഞു. അവർക്ക് 1100 ആൺമക്കളുണ്ടായി, അതുപോലെ 110 പെൺമക്കളുണ്ടായി. ആ 1100 ആൺമക്കളും കുറച്ച് പ്രായപൂർത്തിയായപ്പോൾ വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹം കഴിച്ചു കൊണ്ടുവന്നു, പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ആ പുരഞ്ജനയുടെ കൊട്ടാരം അനേകം അനേകം എല്ലാവരാലും ബന്ധുക്കളായി, സുഹൃത്തുക്കളായി, കൂട്ടുകാരായി, ഭൃത്യന്മാരായി, മക്കളും മക്കളുടെ മക്കളും ഭാര്യയും ഇങ്ങനെയായി ആ സുഖ സൗകര്യത്തിൽ മുഴുകി അവിടെ താമസം തുടങ്ങി. ഇപ്പോൾ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ പുരഞ്ജനൻ. എന്ത്? ഈ കൊട്ടാരത്തിൽ ഇതുപോലെ എന്നും താമസിക്കണം. അത് മാത്രമേ ഉള്ളൂ ഒരാഗ്രഹം. അങ്ങനെ ഇരിക്കെ ഈ കൊട്ടാരത്തെ ആക്രമിക്കാനായിട്ട് ചണ്ഡവേഗൻ എന്ന യൗവന രാജാവ് അവിടേക്ക്, ഗന്ധർവ രാജാവ് അവിടേക്ക് എത്തിച്ചേർന്നു. ആ ഗന്ധർവ രാജാവ് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? 360 ഗന്ധർവ സ്ത്രീകളോടും 360 ഗന്ധർവ പുരുഷന്മാരോടും കൂടി ആ കൊട്ടാരത്തെ മുഴുവനും ചുറ്റി. അപ്പോഴാരുണ്ട് ആ കൊട്ടാരത്തെ സംരക്ഷിച്ചുകൊണ്ട്? 5 തലയുള്ള സർപ്പം ഈ കൊട്ടാരത്തെ എപ്പോഴും അവിടെ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതൊന്നും അറിയാണ്ടാണ് ഈ രാജാവ് ഈ കൊട്ടാരത്തിൽ സുഖഭോഗ തൽപരനായിട്ട് ഈ പുരഞ്ജനിക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം കാലൻ്റെ മകള് വിവാഹപ്രായം എത്തിയപ്പോൾ വിവാഹം കഴിക്കാനായിട്ട് ആരെയാണ് എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ നാരദ മഹർഷിയാണല്ലോ കഥ പറഞ്ഞു കൊടുക്കണേ. ആ നാരദ മഹർഷി പറഞ്ഞു, അല്ലയോ പ്രാചീന പരീസേ, രാജാവേ, എന്നെയും കൂടി സമീപിച്ചിരുന്നു ആ കാലകന്യ. തുർഭക എന്ന അവളുടെ പേര്. അവളെ കണ്ടാൽ തന്നെ ആരും ഇഷ്ടപ്പെടില്ല. അവളെ കല്യാണം കഴിച്ചാലോ അതോടുകൂടി കഴിഞ്ഞു. അവൻ്റെ എല്ലാ ഭാഗ്യങ്ങളും തീർന്ന് അവൻ്റെ കഥ കഴിഞ്ഞു. അവൻ്റെ അവളുടെ ബന്ധുക്കാർ ആരാണ്? കാലനെ പോലുള്ളവർ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ ആ കാലകന്യനെ വിവാഹം കഴിക്കാൻ? അങ്ങനെ ഇരിക്കെ തന്നെ സമീപിച്ചു. അപ്പോൾ താൻ പറഞ്ഞു, അരുത്, എനിക്ക് വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല, ഞാൻ അതിലൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. എനിക്ക് ചേർന്ന പത്നിയല്ല നീ, നിനക്ക് പറ്റിയ ആളെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെ സമ്മതിക്കാണ്ടിരുന്നപ്പോൾ ഈ കാലകന്യക ഒരു ശാപവും കൊടുത്തു നാരദന്. അല്ലയോ നാരദരെ, എൻ്റെ വിവാഹാഭ്യർത്ഥന തള്ളിക്കളഞ്ഞതുകൊണ്ട് അങ്ങേക്ക് എങ്ങും ഇരിക്കാണ്ട് പോട്ടെ, ഒരിടത്തും ഇരിക്കാണ്ട് പോകട്ടെ എന്ന് പറഞ്ഞ് നാരദൻ അങ്ങ് ശപിച്ചു. നാരദന് സന്തോഷമായി. നാരദന് ശാപം കിട്ടിയപ്പോൾ അനുഗ്രഹം മന്യമാന. അദ്ദേഹത്തിന് എവിടെ നിൽക്കാൻ താല്പര്യമില്ല. എന്താ, ഒരു 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അവിടെ ബന്ധമായി. ഇതുപോലൊരു ശാപം നമുക്ക് ഷഷ്ഠസ്കന്ധത്തിൽ കാണാം.
ആ ശാപവും കിട്ടിയപ്പോൾ സന്തോഷമായി. എന്നിട്ട് നാരദർ പറഞ്ഞു, നിനക്ക് പറ്റിയ ആൾ യവനനാണ്, നീ യവനത്തിൽ ചെന്നോളൂ, എന്നിട്ട് അദ്ദേഹത്തെ വിവാഹം കഴിച്ച് അവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാലകന്യക യവന രാജാവായിരിക്കുന്ന ഭയൻ്റെ അടുക്കലാണ് എത്തിച്ചേർന്നത്. ഭയൻ അവളെ കണ്ടതോടുകൂടി ഭയം പറഞ്ഞു, നിന്നെ കണ്ട മാത്രയിൽ ഞാൻ എൻ്റെ അനുജത്തിയായി സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നിൻ്റെ വിവാഹം നടത്തിക്കൊടുക്കേണ്ട ചുമതല ഇപ്പോൾ ആർക്കാ? ജ്യേഷ്ഠനായ എനിക്കാ. നീ ഒന്നും വിഷമിക്കണ്ട, നീ എൻ്റെ അനുജനായിരിക്കുന്ന പ്രജ്വാറിൻ്റെ കൂടെ കൂടിക്കോളൂ. നിനക്ക് പറ്റിയ വരനെ ഞാൻ കാണിച്ചു തരാം. നീ അവനെ വിവാഹം കഴിച്ച് അവൻ്റെ ആ പ്രാരബ്ധങ്ങളെ മുഴുവൻ അങ്ങോട്ട് ഏറ്റെടുത്തോളൂ. എനിക്കിതാ സൈന്യങ്ങളുണ്ട്, പ്രജാകരൻ എന്ന് പറഞ്ഞ അന്യനുണ്ട്, അതിൻ്റെ കൂടെ ചേർന്നോളൂ എന്ന് പറഞ്ഞ് ആ പ്രജ്വാറിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഈ രാജാവ് കാലകന്യയെ വിവാഹം ചെയ്തു. കാലകന്യക ഈ പ്രജ്വാറിൻ്റെ കൂടെ സൈന്യങ്ങളോടുകൂടി വരനെ അന്വേഷിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുമ്പോൾ കാണിച്ചു കൊടുത്തു യവനരാജാവ്. ആരേ? ദാ ആ കൊട്ടാരം കണ്ടില്ലേ, ആ കൊട്ടാരത്തിലൊരു പുരഞ്ജനനുണ്ട്, നീ എങ്ങനെയെങ്കിലും കടന്നുകൂടിക്കോളൂ, പിന്നെ നിനക്ക് അവനെ വിവാഹം കഴിച്ച് നിനക്ക് അവിടെ സന്തോഷമായിട്ട് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് ആ പുരഞ്ജനനെയാണ് കാണിച്ചു കൊടുത്തത്. ഈ കാലകന്യ എങ്ങനെയൊക്കെയോ ആ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് രാജാവിന് കല്യാണാഭ്യർത്ഥനയായിട്ട് ചെന്ന രാജാവ് വിവാഹം കഴിക്കില്ല എന്ന് ഈ കാലകന്യയ്ക്ക് മനസ്സിലായത് കൊണ്ട് എന്ത് ചെയ്തു? പുറകെ കൂടി അങ്ങ് വിവാഹം ചെയ്തു. മാലയിട്ടതോടുകൂടി ആ രാജാവിന് എന്താ പറയുക, ജരാനരകൾ ബാധിച്ചു, വിവേകം നഷ്ടപ്പെട്ടു. പിന്നെ ഈ കാലകന്യയുടെ കൂടെയുള്ള ഈ ഭയത്തിൻ്റെ സൈന്യത്തെയും പ്രജ്വാരനെയുമൊക്കെ എങ്ങനെയോ ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ തുടങ്ങി. പുരഞ്ജനിക്ക് രാജാവിനെ വേണ്ടാതായി, രാജാവിനോ പുരഞ്ജനിയെ വേണ്ടാതായിട്ടില്ല. ഈ കാലകന്യ വന്ന് വിവാഹം കഴിച്ചതോടുകൂടി ഈ രാജാവ് പുരഞ്ജനിയെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയായി. കാരണം ഈ കാലകന്യ കൂടെ ഉള്ളപ്പോൾ പുരഞ്ജനിക്ക് ഈ രാജാവിൻ്റെ അടുക്കൽ വരാൻ പറ്റാണ്ടായി. ഈ കൊട്ടാരം മുഴുവൻ ഭരിക്കുന്നത് ഈ കാലകന്യയായി. അപ്പോഴും ഒരേ ഒരു ആശ്വാസമേ രാജാവിനുണ്ടായിരുന്നുള്ളൂ. എന്താണെന്നറിയോ? ഈ പറഞ്ഞ ഭൃത്യന്മാരെയും കൂട്ടി ഈ കാണുന്ന പലതരത്തിലുള്ള കൊട്ടാരത്തിൻ്റെ വാതിലിലൂടെ പല സ്ഥലത്തും സഞ്ചരിച്ചുകൊണ്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കുക എന്നുള്ളത്. അന്നാളും ഇവരെല്ലാവരും ചേർന്ന് പതുക്കെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. വിവേകം നഷ്ടപ്പെട്ടവനായിട്ട് തീർന്നു പുരഞ്ജനൻ. വിവേകം നഷ്ടപ്പെട്ടതോടുകൂടി തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടാതായി. അതോടൊപ്പം തന്നെ ഈ ഗന്ധർവ സൈന്യം അകത്ത് കയറി ഈ രാജാവിൻ്റെ സ്വത്തെല്ലാം അപഹരിച്ചു. ഈ രാജാവ് അപ്പോഴും ആരെയാ ഓർത്തത്? പുരഞ്ജനിയെ മാത്രം ഓർത്തു. ആ ചണ്ഡവേഗൻ ഇവരകത്ത് കയറി ഓരോ ഗേറ്റും ഓരോ വാതിലും ഇങ്ങനെ അടച്ച് വന്നു കഴിഞ്ഞപ്പോൾ ചണ്ഡവേഗനെ ആക്രമിക്കാൻ സൗകര്യമായി. അങ്ങനെ ചണ്ഡവേഗൻ ഈ കൊട്ടാരത്തെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ പ്രജ്വാരൻ എന്ത് ചെയ്തു? ആ കൊട്ടാരത്തിന് തീ വെച്ചു. ഇത്രയും കാലം സംരക്ഷിച്ചുകൊണ്ടിരുന്ന 5 തലയുള്ള സർപ്പത്തിനിപ്പോൾ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ട് അതിൽ 4 തലയും കത്തി. അദ്ദേഹം വൃക്ഷകോടരാദിവസാനല എന്നാണ് പറഞ്ഞിരിക്കണേ. ഒരു വൃക്ഷത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ആ പൊത്തിൽ താമസിക്കുന്ന ആ പാമ്പുകൾ എങ്ങനെയാണോ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുന്നത്, അതുപോലെ ഈ 5 തലയുള്ള സർപ്പം ആ കൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോഴും ഈ പുരഞ്ജനിയെ മാത്രം ഓർത്തുകൊണ്ടിരുന്നു. ഇഷ്ടമില്ലാത്ത ഈ കാലകന്യ കൂടി താമസിക്കേണ്ടി വന്നല്ലോ, തനിക്ക് പുരഞ്ജനിയെ നഷ്ടമായില്ലേ, തൻ്റെ ഈ കാണുന്ന ഐശ്വര്യപൂർണമായിരിക്കുന്ന കൊട്ടാരം ഇതാ നശിക്കാൻ പോകുന്നു, തനിക്കിതാ എല്ലാം
നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, തനിക്കിപ്പോൾ ആരുമില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പലതും പലതും ചിന്തിച്ചു കൊണ്ടിരിക്കെ ആ യവന സൈന്യൻ്റെ കിങ്കരന്മാർ വന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. ആ കൊട്ടാരത്തിൽ നിന്നും പുരഞ്ജനെ വലിച്ചുകൊണ്ട് പോയി. ആ സമയത്ത് പുരഞ്ജനൻ ചെയ്തതായ ആ കൊന്നതായ മൃഗങ്ങളുമൊക്കെ, അല്ലയോ രാജാവേ, ദാ ഞാൻ കാണിച്ചു തന്ന പോലെ ആ പുരഞ്ജനെ ഇങ്ങനെ കൊമ്പും കുത്തി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആ കൂട്ടുകാരനെ ഒന്ന് ഓർക്കാനായിട്ട് അവസാന നിമിഷമെങ്കിലും ആ കൂട്ടുകാരനെ ഒന്ന് ഓർക്കുക, അതുപോലും ചെയ്യാണ്ട് പുരഞ്ജനിയെ ഓർത്തുകൊണ്ട് അദ്ദേഹം ദേഹം വെടിഞ്ഞു. അതോടുകൂടി ഈ രാജാവ് അടുത്ത ജന്മത്തിൽ, അല്ലേ, എന്തിനെയാണോ സ്മരിച്ചു കണ്ട് ദേഹം വെടിയുന്നത്, അതാണ് നമ്മൾ അടുത്ത ജന്മത്തിൽ എന്താണ് ആവണം എന്നുള്ളത് നമ്മൾ ഈ ജന്മത്തിലെ സങ്കല്പിച്ചു വയ്ക്കും. അങ്ങനെ അതേപോലെ ഈ രാജാവ് ആ സ്ത്രീയെ ഓർത്ത് മരിച്ചതുകൊണ്ട്, പുരഞ്ജനിയെ ഓർത്ത് മരിച്ചതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഒരു സ്ത്രീയായി തീർന്നു. ഭാഗ്യമെന്ന് വേണം പറയാൻ. വിദർഭ രാജ്യത്താണ് ജനിച്ചത്. അനേകം മഹിളാരത്നങ്ങളൊക്കെ രുക്മിണിയെ പോലുള്ള ആ കന്യകമാരൊക്കെ ജനിച്ച സ്ഥലം, അവിടെ വന്ന് ജനിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യം. അങ്ങനെ വന്ന് ജനിച്ചു എന്ന് മാത്രമല്ല, വളർന്നു വലുതായപ്പോൾ സ്വയംവരം നിശ്ചയിച്ചു. സ്വയംവരം നിശ്ചയിച്ചപ്പോൾ അവിടെ അനേകം രാജാക്കന്മാരൊക്കെ എത്തിയെങ്കിലും അവിടെ വെച്ച് മലയധ്വജൻ എന്ന രാജാവ് ഈ വിദർഭ രാജകുമാരിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ആ മലയധ്വജ രാജാവ് ഭഗവാനിൽ ഭക്തിയുള്ളവനായിരുന്നു. എല്ലാവരിലും ഭഗവാനെ കണ്ടുകൊണ്ടിരുന്ന ആ രാജാവിൻ്റെ കൂടെ ഈ പുരഞ്ജനി വൈദർഭിയായിട്ട് കൂടിക്കഴിഞ്ഞപ്പോൾ ആ രാജാവിൻ്റെ, അല്ലേ, സത്സംഗത്തിലേക്ക് ഒരു ഭക്തിയുമില്ലാത്ത ഒരാൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു സമ്പർക്കം കൊണ്ട് അവരുടെ മനസ്സിലും കുറച്ച് കുറച്ച് ഭക്തി വളർന്നു വരും. അതുപോലെ ഈ മലയധ്വജനുമായിട്ട് വിവാഹം കഴിച്ചതോടുകൂടി ഈ വൈദർഭിക്ക് ഭഗവാന്റെ നാമം ജപിക്കാനും കേൾക്കാനും ഭഗവാന്റെ കാര്യങ്ങളിൽ ഈ മലയധ്വജനുമായിട്ട് ചേരാനും ഉള്ള അവസരം ലഭിച്ചു. അങ്ങനെ ഇവർക്ക് ഒരു പുത്രിയും 7 പുത്രന്മാരും ഉണ്ടായി. അങ്ങനെ അവരൊക്കെ വലുതായി. അവരെയൊക്കെ രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് ഈ മലയധ്വജൻ എന്ന രാജാവ് വാനപ്രസ്ഥത്തിനായിട്ട് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം കാട്ടിൽ ചെന്നു. അവിടെ സകലത്തിനെയും ഈശ്വരഭാവേന കണ്ടുകൊണ്ട് അവിടെ അങ്ങനെ കഴിഞ്ഞു. ഈ പതിവ്രതയായിരിക്കുന്ന വൈദർഭയും രാജാവിനെ പിൻഗമിച്ചു. അങ്ങനെ ആ രാജാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ആ കാട്ടിൽ ആ വൈദർഭി അങ്ങനെ കുറച്ച് കാലം ഈശ്വരനെ കണ്ണുകൊണ്ട് തപസ് ചെയ്തതായ ആ മലയധ്വജൻ അങ്ങനെ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചേർന്നു. മലയധ്വജൻ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേർന്നു എന്നറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത വിഷമമായി ആർക്ക്? വൈദർഭിക്ക്. അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ്. ഇനി ആരും ഇല്ലല്ലോ എനിക്ക് എന്ന് പറഞ്ഞു. കുറച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോൾ വേഗം കുറച്ച് ചിതയൊക്കെ ഒരുക്കി ആ രാജാവിൻ്റെ ദേഹം അതിൽ വെച്ചുകൊണ്ട് താനിതാ സതി അനുഷ്ഠിക്കാനായിട്ട് പോകുന്നു എന്ന് നിശ്ചയിച്ചുകൊണ്ട് സതി അനുഷ്ഠിക്കാനായിട്ട് പുറപ്പെട്ടതും ഒരു ബ്രാഹ്മണൻ അവിടെ എത്തിച്ചേരുകയാണ്. എന്നിട്ട് ചോദിച്ചു, ആരാ നീ എന്തിനാ ഇങ്ങനെ കരയണത്? ഈ കിടക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ വൈദർഭി പറഞ്ഞു, ഞാൻ വൈദർഭിയാണ്. ഈ കിടക്കുന്നത് എൻ്റെ ഭർത്താവായിരിക്കുന്ന മലയധ്വജനാണ്. അദ്ദേഹം പോയതോടുകൂടി ഞാനിതാ സതീധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, നീ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ ശബ്ദം നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ വൈദർഭി ഒന്ന് നോക്കി. എന്നിട്ട് അപ്പോൾ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, നീ ഈ കിടക്കുന്ന മലയധ്വജൻ്റെ ഭാര്യയുമല്ല, അതുപോലെ വിദർഭ രാജ്യത്തിലെ രാജകുമാരിയുമല്ല, അതുപോലെ ഇതിനു മുമ്പ് പുരഞ്ജനനുമായിരുന്നില്ല, അതുപോലെ അതിനു മുമ്പ് ആരായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. ഞങ്ങൾ രണ്ടുപേരും മാനസ സരസിലെ ഹംസങ്ങളായിരുന്നു. ഒരുമിച്ചാണ് നടന്നുകൊണ്ടിരുന്നേ.
നീ തുച്ഛമായ സുഖഭോഗങ്ങളെ അന്വേഷിച്ചുകൊണ്ട് എന്നെ വിട്ട് പോന്നു. എവിടെയാ നിനക്ക് സുഖം കിട്ടിയേ? ഈ ഭൂമിയിൽ നിനക്ക് എത്ര വീടുകൾ കെട്ടി താമസിച്ചിട്ടും സുഖം കിട്ടിയിട്ടുണ്ടോ? വരൂ, നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഹംസങ്ങളായി പറന്നുപോയി എന്ന് പറഞ്ഞ് ആ കഥ പുരഞ്ജന മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുരഞ്ജന മഹാരാജാവ് പറഞ്ഞു വന്നിട്ട് ചോദിച്ചു, കഥ മനസ്സിലായോ രാജാവേ എന്ന് ചോദിച്ചു. അപ്പോൾ പുരഞ്ജനൻ പറഞ്ഞു, കഥ മനസ്സിലായി, പക്ഷേ അതിലെന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കവയസ്തദ് വിജാനന്തി നവയം കർമ്മമോഹിത. ഞാൻ ഈ കർമ്മത്തിലെ മുഴുകി എനിക്ക് അതിനെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിട്ടുള്ളൂ. എനിക്ക് ആ ജ്ഞാനത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല മഹർഷേ. എനിക്ക് ആ ജ്ഞാനത്തെ പറഞ്ഞു തന്നാലും എന്നെ പോലുള്ളവർക്ക് ആ ജ്ഞാനത്തെ പറഞ്ഞു തരുന്ന ഗുരുവല്ലേ അങ്ങ്. അതുകൊണ്ട് ആ പരമമായ ജ്ഞാനത്തെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ തന്നിരിക്കുന്നതായ കഥയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, എന്നാ കേട്ടോളൂ. പുരഞ്ജനൻ എന്ന് പറഞ്ഞത് ആരാണ്? ശരീരത്തിൽ വസിക്കുന്ന ജീവനാണ്. അവിജ്ഞാത സഖാവ് എന്ന് പറഞ്ഞു, അതാരാണ്? ഈശ്വരനാണ്. ഈ ജീവന് ഈശ്വരൻ്റെ കൂടെയായിരുന്നു ആദ്യം. ഈശ്വരൻ്റെ കൂടെ ഇരുന്നപ്പോൾ എല്ലാ തരത്തിലുള്ള മനസ്സമാധാനവും ശാന്തിയും ഉണ്ടായിരുന്നു. എപ്പോഴൊക്കെയോ ആ ഒരു ഭൂമിയിൽ കാണുന്ന ആ പുരത്തിൽ അല്ലെങ്കിൽ ആ ശരീരത്തിലെ സുഖം അന്വേഷിക്കണമെന്ന് ഈ ജീവന് തോന്നി. അങ്ങനെ ആ ജീവൻ എന്ത് ചെയ്തു? ഈശ്വരനായിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് പറയുക പോലും ചെയ്യാതെ, അറിയിക്കുക പോലും ചെയ്യാതെ ഓരോ പുരത്തിലിങ്ങനെ വസിക്കാൻ തുടങ്ങി. ഏതാ ആ പുരങ്ങൾ? അല്ലേ, ഇഴഞ്ഞു നടക്കുന്ന പുരങ്ങളുണ്ട്, പറന്ന് നടക്കുന്ന പുരങ്ങളുണ്ട്, അല്ലേ, പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും ഇഴജന്തുക്കളായിട്ടും അനേകം ശരീരങ്ങളിങ്ങനെ ഓരോ ശരീരത്തിലിരിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കും കുറച്ചും കൂടി സുഖമുള്ള ഒരു ശരീരം, അത് അങ്ങനെ കണ്ട് അതിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഓരോ പുരങ്ങൾ കയറി അവസാനം എവിടെ എത്തി? ഹിമാലയത്തിൻ്റെ തെക്ക് വശത്തുള്ള ഭാഗത്തെത്തി. ഹിമാലയത്തിൻ്റെ തെക്ക് വശമേതാ? ഭാരതഭൂമി, നമ്മളൊക്കെ വസിക്കുന്ന സ്ഥലം. ആ ഭാരതഭൂമിയിലെത്തിയപ്പോഴാണ് അദ്ദേഹം കൊട്ടാരം കണ്ടത്. ഏതാ കൊട്ടാരം? കൊട്ടാരത്തിൻ്റെ പേരെന്താണ്? നവമുഖി. 9 വാതിലുകളുള്ള അല്ലെങ്കിൽ 9 ഗോപുരങ്ങളുള്ള ആ കൊട്ടാരം ഏതാണ്? നമ്മളുടെ തന്നെ ഈ ശരീരം. ഈ ശരീരത്തെ ആ ജീവൻ കണ്ടപ്പോൾ തനിക്ക് പറ്റിയ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ താൻ കാത്തിരുന്ന ഒരു രൂപമാണ് എന്ന് വിചാരിച്ച്, ആ ഒരു ശരീരമാണ് എന്ന് വിചാരിച്ച് ആ പുരഞ്ജനൻ ശരീരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ആരാ അവിടെ നിന്ന് ഇറങ്ങി വന്നത്? ബുദ്ധിയാണ് സ്ത്രീ അല്ലെങ്കിൽ സുന്ദരിയായിട്ട് വർണ്ണിച്ചത്. അപ്പോൾ ബുദ്ധി എന്താ പറഞ്ഞത്? എന്നോട് പറയാണ്ട് ഒന്നും ചെയ്യരുത്, എന്നോട് പറയാണ്ട് എവിടെയും പോവരുത്. നമ്മുടെ ഉള്ളിൽ ഇപ്പം ഇവിടെ വന്നിരിക്കാൻ ആര് പ്രേരിപ്പിച്ചിട്ടാണ് എത്തിയേ? ബുദ്ധി പ്രേരിപ്പിച്ചിട്ട്. അപ്പോൾ പുരഞ്ജനൻ അവിടെ ബുദ്ധിക്ക് പ്രേരിതമായിട്ട് ഓരോ പ്രവൃത്തിയും ചെയ്തു തുടങ്ങി. ബുദ്ധി കഴിക്കാൻ പറയുമ്പോൾ കഴിക്കും, ബുദ്ധി ഉറങ്ങാൻ പറയുമ്പോൾ ഉറങ്ങും, ബുദ്ധി ഇങ്ങനെ പലതരത്തിലുള്ള ലോകങ്ങളിലേക്ക് ഭൃത്യന്മാരെ, അല്ലേ, കാഴ്ചയാകുന്ന ഭൃത്യൻ, കണ്ണാകുന്ന ഭൃത്യനോടുകൂടി പലതരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പോകുന്നു, ചെവിയാകുന്ന ഭൃത്യനോടുകൂടി പലതരത്തിലുള്ള ശബ്ദാതിരസങ്ങൾ അനുഭവിക്കാൻ പോകുന്നു, നാവാകുന്ന ആ ഭൃത്യൻ്റെ കൂടെ പലതരത്തിലുള്ള രസങ്ങളുണ്ടായി അങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ് ആര്? ഈ ജീവൻ ഈ ശരീരത്തിൽ. അങ്ങനെ ഈ ബുദ്ധിക്ക് അടിമപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള സുഖ സൗകര്യങ്ങളിൽ, അതുമായത് ഈ കണ്ണാകുന്ന ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ അടിമപ്പെട്ട്
ഇങ്ങനെ ആ ജീവൻ ഈ കൊട്ടാരത്തിൽ, ശരീരമാകുന്ന കൊട്ടാരത്തിൽ ഇങ്ങനെ സുഖിച്ച് കഴിയാണ്. ആ സമയത്താണ് നായാട്ടിന് പോയി എന്ന് പറഞ്ഞത്. എന്താ ഈ നായാട്ട്? സ്വപ്നം കാണല. സ്വപ്നം കാണാൻ പോകുമ്പോൾ ബുദ്ധിയോടുകൂടി സ്വപ്നം കാണാൻ പോയി. അങ്ങനെ പറയുമോ ആരെങ്കിലും? ഇന്നലെ ഞാൻ രാത്രി ഒരു സ്വപ്നം കണ്ടു, എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആ സ്വപ്നം കണ്ടു. അങ്ങനെ പറയില്ലല്ലോ. നമ്മളെല്ലാം സുഷുപ്തിയിലിരിക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു വെച്ചതോ ഏതെങ്കിലും ജന്മത്തിൽ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങളാണ് ഇങ്ങനെ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്നത്. അതാണ് നായാട്ടായിട്ടിങ്ങനെ വർണ്ണിച്ചു കൊടുത്തത്. ആ സ്വപ്നത്തിൽ നിന്ന് ഉണരാനോ കുറച്ച് സമയം എടുക്കൂല്ലേ? നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം വേണം സ്വബോധത്തിൽ എത്താനായിട്ട്. അതിനാണ് പുരഞ്ജനിയായിട്ടുള്ള സൗന്ദര്യപ്പിണക്കം, ആ പുരഞ്ജനിയെ സാന്ത്വനിപ്പിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ ആ പുരഞ്ജനിയോടുകൂടി ഈ ശരീരം ജീവനോടുകൂടി ഈ കൊട്ടാരത്തിൽ സുഖമായിട്ട് വസിക്കുമ്പോൾ അനേകം മക്കളുണ്ടായി എന്ന് പറഞ്ഞു. അതാരാ? മോഹങ്ങളാണ് അനേകം മക്കൾ. അതിൽ കുറച്ച് പേര് വിവാഹം ചെയ്തു കൊണ്ടുവന്നു, കുറച്ച് പേര് വിവാഹം ചെയ്തു കൊടുത്തു. ചില മോഹങ്ങളൊക്കെ നടന്നു, ചില മോഹങ്ങളൊന്നും നടന്നില്ല. അത് മക്കളായിട്ട് വിവരിച്ചു. അതുപോലെ പറഞ്ഞു, ഈ കൊട്ടാരം സംരക്ഷിച്ചുകൊണ്ട് ഒരു പാമ്പുണ്ട് എന്ന്. ആരാ ഈ പാമ്പ്? 5 ഫണങ്ങളാണ് ഈ പാമ്പിന്. ഈ പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനാണ്. പ്രാണൻ, നവാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഈ പ്രാണൻ ഒന്നേ ഉള്ളൂ എങ്കിലും ഈ പ്രാണൻ 5 രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് സുഖമായിട്ട് ആ ജീവൻ അവിടെ വസിക്കാൻ സാധിക്കുന്നത്. ഒരു പ്രാണൻ മുടക്കിയാൽ മതി, അതോടുകൂടി നമ്മൾ കിടപ്പാവും. അങ്ങനെയുള്ള 5 പ്രാണങ്ങളുടെ സംരക്ഷണയിൽ കഴിയുന്ന ജീവൻ പലതരത്തിലുള്ള സുഖഭോഗങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോഴും അറിയുന്നില്ല കാലനാകുന്ന ചണ്ഡവേഗൻ ഈ കൊട്ടാരത്തെ വളഞ്ഞിട്ടുണ്ട് എന്ന്. ആരാ ഈ ഗന്ധർവന്മാർ? 365 സ്ത്രീ ഗന്ധർവന്മാരും 360 പുരുഷഗന്ധർവന്മാരും 360 സ്ത്രീ ഗന്ധർവന്മാരും പറഞ്ഞിരിക്കണേ. പകലും രാത്രിയുമാണ് ഈ കൊട്ടാരത്തെ അല്ലേ, ജനിക്കുന്ന അന്ന് മുതൽ പകലും രാത്രിയുമായിക്കൊണ്ട് ഈ ശരീരത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ആ കാലനെ ഈ രാജാവ് അകത്തിരുന്ന് മനസ്സിലാക്കിയില്ല. കാരണം 5 തലയിലെ ഫണം എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും രാജാവിൻ്റെ മനസ്സിൽ ഒരാഗ്രഹമേ ഉള്ളൂ, ഈ കൊട്ടാരത്തിൽ സുഖമായി വാഴുക എന്നുള്ളത് മാത്രം. ഈ പുരഞ്ജനിക്ക് അടിമപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് പലതരത്തിലുള്ള ബന്ധുക്കളോടും ഐശ്വര്യങ്ങളോടും കൂടി ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അലിഞ്ഞില്ല. കാലകന്യ വന്ന് വർണ്ണമാല ഇടും ചാർത്തുമെന്ന്. ആരായ കാലകന്യക? ജരാനരകളാണ് കാലകന്യക. ജരാനരകൾ വന്ന് പുറകെ കൂടെ മാലയിടുമ്പോൾ നമ്മളറിയോ? പെട്ടെന്ന് ഒരു ദിവസം കണ്ണാടി നോക്കുമ്പോഴാണ് ചില ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ കാലകന്യയുടെ പിടിയിൽപ്പെട്ട് അദ്ദേഹം ജരാനരകളൊക്കെ പിടിച്ചു കഴിയുമ്പോൾ പുരഞ്ജനിക്ക്, അതായത് ബുദ്ധിക്ക് ഈ ശരീരത്തെ വേണ്ടാണ്ടാവും. വിവേകം നഷ്ടപ്പെട്ടു പോവും. അപ്പോൾ ബുദ്ധിക്ക് വേണ്ടാണ്ടാവും. ഈ ആക്രമണങ്ങളിങ്ങനെ കാലകന്യ കയറിയതോടുകൂടി ആ യവനൻ്റെ സൈന്യങ്ങളെയും കയറ്റുകയും ആ പ്രജ്വാറിനെയും കയറ്റിയതോടുകൂടി ഓരോ സുഖങ്ങൾ അനുഭവിക്കുന്നതായ ഓരോ കോട്ടകളും അവർ ചെന്ന് അടച്ച് ചെവിയാകുന്ന കോട്ട അടഞ്ഞു പോകും. പിന്നെ ആ ജീവന് കേൾവിയാകുന്ന സുഖം ഇല്ലാണ്ടാവും. അങ്ങനെ കേൾക്കാൻ പറ്റാണ്ടായി, രുചിക്കാൻ പറ്റാണ്ടായി, കാണാൻ പറ്റാണ്ടായി, അങ്ങനെ ആ പുരഞ്ജനൻ ആർക്കും വേണ്ടാതായി ആ കൊട്ടാരത്തിൽ ഇങ്ങനെ വസിക്കുമ്പോൾ ആലോചിക്കും, എത്ര കണ്ട് സുഖ സൗകര്യത്തോടു കൂടിയാണ് ഈ കൊട്ടാരത്തിൽ ഞാൻ വാണത്. ഇന്നിതാ തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കൊട്ടാരത്തെ വിട്ടുപോകാൻ തനിക്ക് താല്പര്യവുമില്ല.
ആ പുരഞ്ജനിയാണെങ്കിൽ ഈ ബുദ്ധിയാണെങ്കിൽ പിണങ്ങിപ്പോയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാലത്ത് പ്രജ്വാരൻ അകത്തേക്ക് പ്രവേശിച്ച് ആ കൊട്ടാരത്തിന് തീയിട്ടു. അതോടുകൂടി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ എന്ന് പറഞ്ഞ സർപ്പമാകുന്ന ആ പ്രാണൻ ഇല്ലാണ്ടായി. അവർക്ക് ശക്തി ഇല്ലാണ്ടായി കൊട്ടാരത്തെ സംരക്ഷിക്കാൻ. ശക്തി നശിച്ചതോടുകൂടി ആ പ്രാണനും കൊട്ടാരത്തിൽ നിന്നും വെടിഞ്ഞു. ശരീരത്തിൽ നിന്നും പ്രാണനെ വിരിച്ചു. ആ ജീവൻ ഇങ്ങനെ ഇതിനു മുമ്പ് കൂടെ ഉണ്ടായിരുന്നതായ ആ സമയത്ത് പോലും, ജീവൻ പോകുന്ന ആ സമയത്ത് പോലും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടുകാരനെ, ആ ഈശ്വരനെ ഒന്ന് സ്മരിക്കാൻ പോലും ആ ജീവൻ തയ്യാറായില്ല. അത്ര കണ്ട ആ പുരഞ്ജനിയെ, ബുദ്ധിയെ മാത്രം ഓർത്ത് പിന്നീട് അദ്ദേഹം സ്ത്രീയായി ജനിച്ചു എന്ന് പറഞ്ഞു. പുണ്യം ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ, നമ്മൾ ഈ കുറേ കൊട്ടാരങ്ങളിലൂടെ കടന്നു വരികയാണ്. അതിൽ കുറേ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അതിലെ ഏതോ ഒരു പുണ്യം കൊണ്ട് വിദർഭ രാജ്യത്ത് ജനിക്കാനിട വന്നു. ആ മലയധ്വജന് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? സത്സംഗമുണ്ടായി. ആ ജീവന് മലയധ്വജൻ എന്ന് പറഞ്ഞാൽ സത്സംഗമാണ്. ഏതോ ഒരു കാലത്തല്ലേ നമ്മളിങ്ങനെ കുറച്ചെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ഒന്ന് കയറിയിരിക്കാൻ തോന്നും. അല്ലെങ്കിലോ പാപമാണ് ചെയ്തിരിക്കണമെങ്കിലോ ഇവിടെ വരാൻ പോലും നമുക്ക് തോന്നില്ല. അങ്ങനെ ആ പുണ്യം ചെയ്ത ആ ജീവൻ ഇപ്പോൾ സത്സംഗം കിട്ടി. സത്സംഗം കിട്ടിയതോടുകൂടി സത്സംഗത്തിലൂടെ നമുക്ക് എന്താ വേണ്ടത്? ഭക്തി ഉണ്ടാവും. അതാണ് പെൺകുട്ടിയായിട്ട് പറഞ്ഞത്. ഭക്തി ഉണ്ടായാലോ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, ഈ 7 മക്കളുണ്ടായി. അങ്ങനെ ആ ഭക്തി കൂടി പിന്നെ ആ ഭക്തിയിലൂടെ ഭഗവാനെ സ്മരിക്കാനും ഭഗവാനെ കീർത്തിക്കാനും ആ ഭഗവത് സ്മരണ നിലനിർത്താൻ സാധിച്ചപ്പോൾ ആ കൂട്ടുകാരന് അവിടേക്ക് എത്തിച്ചേരുകയാണ്. എപ്പോഴാണോ ഭഗവത് സ്മരണയോടുകൂടി ജീവൻ പോവാൻ തയ്യാറാവുന്നത് അപ്പോഴേ ഈശ്വരൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തുള്ളൂ. അങ്ങനെ ആ ഈശ്വരൻ അവിടെ വന്നിട്ട് തത്വത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ തത്വത്തെ പറഞ്ഞു കൊടുക്കുന്നത്? അല്ലയോ ജീവൻ്റെ അടുത്ത് പറയാണ്, ഈ ശരീരത്തിൽ സുഖഭോഗങ്ങൾ അനുഭവിക്കാനായിട്ട് നീ പണ്ട് മാനസ സരസ്വത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുച്ഛമായിരിക്കുന്ന സുഖത്തെ അന്വേഷിച്ച് നീ ശരീരങ്ങൾ കയറി പ്രവേശിച്ചു. ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും സുഖം കിട്ടിയിട്ടുണ്ടെന്ന്? ആലോചിച്ചു നോക്കൂ. അതുമാത്രമല്ല, ഈ സ്ത്രീക്ക് അടിമപ്പെട്ടുകൊണ്ട് ആ ഈശ്വരനെ മറക്കുകയല്ലേ ഉണ്ടായത്. ആ ഇന്ദ്രിയങ്ങളുടെ പിടിയിൽപ്പെട്ട് ബുദ്ധി ശരിയായ വഴിക്ക് പോവാതെ നയിക്കാതെ ആ ഇന്ദ്രിയങ്ങൾക്ക് അടിയപ്പെട്ട് ജീവിക്കുന്നതല്ലേ ചെയ്തത്. അതുകൊണ്ടല്ലേ ഇത്രയും ദുഃഖം നിനക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് വരൂ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് 2 പേരും കൂടി ആ തിരിച്ച് മാനസ സരസ്വത്തിലേക്ക് ഹംസങ്ങളായിട്ട് പറന്നുപോയി. എപ്പോഴാണോ ജീവൻ ഈശ്വരനിൽ പരിഭാഗപ്പെടുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കുക. ആ ഈശ്വരനെ സദാ ഓർക്കാൻ പാകത്തിനുള്ള ഒരു പുണ്യം നമ്മൾ ഇപ്പോഴേ ചെയ്തു വെച്ചാൽ നമുക്കും ഇതുപോലെ ഒരു കൂട്ടുകാരൻ എത്തിച്ചേർന്ന് നമുക്കും കൂടെ കൊണ്ടുപോകാൻ തയ്യാറായിട്ടിരിക്കും. അത് കഴിഞ്ഞ് നാരദ മഹർഷി പറഞ്ഞു, ഒരു കാര്യം കൂടി, ഒരു രഹസ്യം കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇതിൻ്റെ മർമ്മമാകുന്ന രഹസ്യം, ഒരു പൂന്തോട്ടത്തിൽ മാൻ വിഹരിക്കുകയാണ്. അവിടെ നിറയെ പൂക്കളുണ്ട്,
ആ പൂക്കൾ നുകർന്നുകൊണ്ട് വണ്ടുകളിങ്ങനെ പാറി നടക്കുന്നുണ്ട്. ആ വണ്ടുകളുടെ പാട്ടും കേട്ട് ആ മാൻ ഇങ്ങനെ ആ പൂന്തോട്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ മാൻ അറിയുന്നില്ല പുറകെ നിന്നുകൊണ്ട് വേടൻ അമ്പ് ചെയ്യാൻ തയ്യാറായിട്ട് പുറകെ വരുന്നുണ്ട് എന്നും ചെന്നായ്ക്കൾ മുമ്പിൽ നിന്ന് തനിക്ക് പിടിക്കാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് എന്നതും ഈ മാൻ അറിയാണ്ട് ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ സന്തോഷത്തോടുകൂടി കുടുംബത്തോടുകൂടി വിഹരിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് മഹാരാജാവേ, രാജാവിനോട് പറഞ്ഞു, ഒരു ബർഹിഷത്ത് എന്ന രാജാവിനോട് പറഞ്ഞു, അങ്ങ് ചെയ്യുന്ന കർമ്മമെല്ലാം ഉണ്ടല്ലോ കർമ്മയോഗമാക്കി മാറ്റിയാൽ മതി. ഏതിലും ഭഗവാനെ കാണാൻ സാധിച്ച് അതിലെല്ലാം ഭഗവാനുണ്ട് എന്ന് കണ്ണുകൊണ്ട് അല്ലേ ആ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ തത്കർമ്മ ഹരിതോഷം യത് സാ വിദ്യ തന്മതിർമമ. ഏതൊരു കർമ്മം ചെയ്താലാണോ ഭഗവാൻ സന്തോഷിക്കുന്നത് ആ ഒരു കർമ്മം എല്ലാവരും അനുഷ്ഠിക്കുക. ഏതൊരു വിദ്യ അറിവ് നേടിയാലാണോ ആ ഈശ്വരനെ അറിയാൻ സാധിക്കുന്നത് ആ ഒരു അറിവിനെ നേടാനായിട്ട് ശ്രമിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങേക്ക് സ്വസ്ഥമായിട്ട് ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഇങ്ങനെയുള്ള ആ ആത്മതത്വജ്ഞാനം കേട്ട് ആ ബർഹിഷത്ത് എന്ന രാജാവ് നാരദ മഹർഷിയെ നമസ്കരിച്ചു. നാരദൻ മഹർഷി തൻ്റെ ലോകത്തേക്കും ഈ ബർഹിഷത്ത് എന്ന രാജാവ് ഈ പറഞ്ഞു തന്ന തത്വത്തെ മുഴുവൻ ഗ്രഹിച്ചുകൊണ്ട് ആ വനത്തിൽ പോയി ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ് പുരഞ്ജനോപാഖ്യാനം എന്ന് പറയുന്ന പ്രസിദ്ധമായ കഥയെ പറഞ്ഞു തന്നു. നമ്മളോടും പറയുകയാണ്, എന്ത്, ഈ ശരീരം എന്നുമുള്ളതല്ല, അതിന്നില്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ്. അതിലിരിക്കുന്ന ജീവൻ ഞാനല്ല, ഞാനെന്നും എൻ്റേതെന്നും ഈ ശരീരത്തോട് മമത വയ്ക്കുന്തോറും നമ്മൾക്ക് ദുഃഖത്തിൽ, ആഴത്തിലുള്ള ദുഃഖത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് ഈ ശരീരം ഞാനല്ല. ഈ ശരീരത്തിൽ ആ ഒരു ആത്മചൈതന്യമുള്ളത് കൊണ്ടാണ്, ആ ഈശ്വരനുള്ളത് കൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നതും ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും. അങ്ങനെയുള്ള ഒരു ഈശ്വരനെ മറക്കാതെ ഇരിക്കാൻ നാമം ജപിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ കീർത്തിക്കുക. ഇതല്ലേ നമുക്ക് പറഞ്ഞു തന്നത് പുരഞ്ജനോപാഖ്യാനത്തിലൂടെ. അതിനുശേഷം അദ്ദേഹം ചോദിച്ചു, ഈ തപസ് ചെയ്യാൻ പോയിരുന്നല്ലോ പ്രചേതസ്സുക്കൾ, അവർക്ക് എന്താ ചെയ്തേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, 10,000 കൊല്ലം മഹാദേവനാൽ പറഞ്ഞു തന്നപ്പെട്ട ആ സ്തോത്രത്തെ ജപിച്ചുകൊണ്ട് ഇവർ അവിടെ കഴിഞ്ഞു. തപസ് ചെയ്തു കഴിഞ്ഞപ്പോൾ മഹാദേവൻ അനുഗ്രഹിച്ച പോലെ അവിടെ ഈ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ തപസ്സിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു, നിങ്ങൾ ചെന്ന് വൃക്ഷങ്ങളുടെ പുത്രിയായ മാരിഷയെ വിവാഹം ചെയ്ത് അതിൽ സന്താനോൽപാദനമൊക്കെ നടത്തി ആ ഭഗവാന്റെ പാദത്തിലേക്ക് തന്നെ എത്തിച്ചേരുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ തപസ് ചെയ്ത് ഭഗവാന്റെ കൂടെ ഇരുന്നു കൊണ്ടുള്ള ആനന്ദം ഒരു ഗൃഹസ്ഥ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുകയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയൊന്നുമില്ല, എന്നെ ഭജിക്കുന്നില്ലേ നിങ്ങൾക്ക് അങ്ങനെയൊന്നും വരില്ല എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് അതേപോലെ പ്രചേതസ്സുകൾ ചെന്ന് ആ മാരിഷ എന്ന വൃക്ഷങ്ങളുടെ മകളെ വിവാഹം കഴിച്ച് അതിൽ ദക്ഷൻ, നമ്മൾ ഇന്നലെ കണ്ടു അല്ലേ ഒരു ദക്ഷനെ, അതേ ദക്ഷൻ്റെ പുനർജന്മമായിരിക്കുന്ന പ്രാചേതസ് ദക്ഷൻ അവർക്ക് മകനായിട്ട് ജനിച്ചു. അദ്ദേഹം വളർന്നു വന്നപ്പോൾ ആ രാജ്യഭാരമൊക്കെ അവരെ ഏൽപ്പിച്ച് നാരദൻ്റെ ഉപദേശത്തോടുകൂടി ഈ പ്രചേതസ്സുകളും എല്ലാത്തിലും ഭഗവാനെ കണ്ടുകൊണ്ട് എത്തിച്ചേർന്നു എന്ന് വിദുരമൈത്രേയ സംവാദത്തിൽ ഈ ചതുർത്ഥ സ്കന്ധം ഇവിടെ സമർപ്പിച്ചു. അതുപോലെ നമുക്കും ഈ സത്സംഗത്തിലൂടെയൊക്കെ ആ ഭഗവാൻ സ്മരണ നിലനിർത്താനും ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതൈ സ്വഭാവാത്
കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.